ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയുടെ റെസിപ്പിയാണ്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി, അല്ലാതെ ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉപ്പും മുട്ടയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു പാന് ചൂടാവാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് ചൂടാവാൻ വയ്ക്കാം. നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. 2 ബ്രെഡ് ഇതുപോലെ ഒരുമിച്ചെടുക്കുക. എന്നിട്ട് 2 സൈഡും ഇതുപോലെ മുക്കിയെടുക്കുക. മുട്ട മിക്സിൽ ആദ്യം മുക്കുക. നല്ലതുപോലെ ഡിപ്പ് ചെയ്യണം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. നല്ലപോലെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായ അവസ്ഥയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇടണം. ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്, മറിച്ച് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൂട്ടിയിടാം. ആയിട്ടുണ്ട്, നമുക്കൊന്ന് എടുക്കാം. അടുത്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുക, പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടാം. അധിക നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചിടാം. ഞാനെടുത്ത മുട്ട മിക്സിൽ 3 സെറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റിയോ അതോ കുറവ് ക്വാണ്ടിറ്റിയോ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുട്ടയോ ബ്രെഡ് ക്രംസോ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ 3 ബ്രെഡാണ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് 3 സെറ്റും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതായിട്ട് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് പീസസ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് ചിക്കൻ വേവിച്ചേക്കണത് തൈരും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂട്ടിയിട്ടാണ്. അതൊന്ന് കൈകൊണ്ട് പിച്ച് പൊടിച്ച് ഇട്ടേക്കണതാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. ഇതിലോട്ട് മയണൈസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ മുന്നിട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പോളം മയണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചത് നടു കട്ട് ചെയ്തിട്ട് 2 എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം.
അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഒട്ടും കുറവില്ല കേട്ടോ. കുബൂസ് അല്ലാന്നേ ഉള്ളൂ. ബ്രെഡാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പരീക്ഷിച്ച് വിജയിച്ച സാധനമാണ് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.